ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും KVS ഫാമിലിയിലേക്ക് സ്വാഗതം. എന്തൊക്കെ മക്കളെല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമ്മളിന്ന് ചെറിയൊരു വ്ളോഗായിട്ട് വന്നാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കിട്ടാ. അപ്പോൾ രാവിലത്തെ കാഴ്ചയാണ്. രാവിലെ എന്ന് പറയാൻ പറ്റില്ല, ചാടിയൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ചാടീൻ്റെ ഇതൊന്നും കാണിക്കണില്ല. നമുക്ക് ചോറ്റിൻ്റെ പരിപാടിയൊക്കെ കാണിക്കാം. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുക്കളയിലേക്ക് പോയി നോക്കട്ടോ. ചോറ് അടുപ്പത്ത്, ചോറ് തിളച്ചിട്ടില്ല, തിളക്കണാവുള്ളൂ. അപ്പം മീനുണ്ട്, മത്തിയാണ്. അപ്പോൾ ക്ലീൻ ആക്കണം. പിന്നെ കറി വെക്കാനുള്ള ചിരങ്ങയും തക്കാളിയും പച്ചമുളകൊക്കെ പാടെ അരിഞ്ഞ് വെച്ചിക്കണേ. ഇത് നമ്മളെ ഇവിടുത്തെ അമ്മേൻ്റെ ചെറിയ കൃഷിത്തോട്ടാണ് കേട്ടോ. പച്ചമുളക്, ചീനമുളക്, കയ്പങ്ങ, കറ്റാർവാഴ, അങ്ങനെയൊക്കെ ചെറിയ ചെറിയ കൃഷികളൊക്കെ ഉണ്ട്. ഇത് നമ്മളെ തൊടുന്ന് ഇന്നലെ പറിച്ച കാവുത്താണ്. അതിൻ്റെ ചെറിയൊരു റെസിപ്പി കാണിക്കുന്നുണ്ട്. ചോറ് നന്നായിട്ട് തിളക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കാവുത്തോണ്ടുള്ള റെസിപ്പി കാണാം കേട്ടോ. നന്നായിട്ട് മണ്ണൊക്കെ കഴുകുക, എന്നിട്ട് ക്ലീൻ ആക്കിയെടുക്കുക. തൊലിയൊക്കെ കളഞ്ഞിട്ട് ക്ലീൻ ആക്കിയെടുക്കുക. നന്നായിട്ട് കഴുകി ക്ലീൻ ആക്കി എടുത്തുക്കണേ. ഇത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കുക്കറിലിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ ഇത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് വേവിച്ചിക്കണേ. ഇനി ആവശ്യത്തിനുള്ള വെള്ളം, ഒരു നുള്ളു ഉപ്പ് ഇട്ടുകൊണ്ട് കുക്കർ അടിച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക. ഒരു 4 വിസിൽ വേവിച്ചെടുക്കുക. അപ്പോൾ അതവിടെ കിടന്ന് വേവട്ടെ. ഇതിന് മുന്നേ നമുക്ക് മീൻ വലിച്ച് വെച്ചിരിക്കണേ. ചോറ് അടുപ്പത്ത് വെന്തിക്കണേ. ഈ ചാറിനുള്ള അരിപ്പ് അരക്കട്ടെ. തേങ്ങ, ഒരു നുള്ള് വലിയ ജീരകം, ചീരുള്ളി, വെളുത്തുള്ളി ഇട്ടരച്ച് ഒരു പാകം നന്നായിട്ട് കഴിച്ചതിന് ശേഷം വാങ്ങിച്ചിട്ട് കടുകും കരിവേപ്പില ഇട്ടുകൊണ്ട് തൂമ്പിച്ചെടുക്കാം. അതേ ചട്ടിയിൽ നമുക്ക് ഓയിൽ പാർന്നിട്ട് മീനൊന്ന് പൊരിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ കാവത്ത് നന്നായിട്ട് വെന്തിക്കാൻ തോന്നുന്നു. അപ്പം തുറന്ന് നോക്കട്ടെ. അതിന് മുന്നേ തേങ്ങ ഇടാനുണ്ട്. അത് തേങ്ങ പൊടിക്കട്ടെ. നമുക്ക് കുക്കറൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നന്നായി വെന്തിക്കണേ. നമുക്കൊന്ന് ഉടച്ച് വെക്കട്ടെ. അപ്പോൾ നന്നായി വെന്ത് ഉടഞ്ഞിക്കണേ. നമുക്കിതിന് നന്നായിട്ട് ഉടച്ച് എടുത്തിട്ട് അതിലേക്ക് തേങ്ങ, ആവശ്യത്തിനുള്ള തേങ്ങ, പഞ്ചസാര കൊടുക്കുക. പഞ്ചസാര ഉണ്ടല്ലോ, ശർക്കര ആയാലും ശർക്കര അരിച്ച് അതിലും കൊടുക്കാൻ നല്ല ടേസ്റ്റാണ്. ഇവിടെ ശർക്കര കഴിഞ്ഞപ്പോൾ പഞ്ചസാര ഇടണം. അപ്പോൾ തേങ്ങ ഇട്ട് നന്നായി മിക്സ് ആക്കി നമുക്ക് വീട്ടിലേക്ക് ആക്കാം. കുറച്ച് ഇട്ടാണ് കഴിച്ച് വെക്കാം. ആവശ്യത്തിനുള്ള പഞ്ചസാര ഒക്കെ ഇട്ടാണ് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവർക്കും കൊച്ചു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.